വീട്ടിൽ എങ്ങനെയാണ് ബലിയിടേണ്ടത്? ബലിയിടുന്നതിന്റെ തലേ ദിവസം ഒരിക്കലെടുത്തു വളരെ ഭക്തിപൂർവ്വം വേണം ബലിക്ക് വേണ്ടി തയ്യാറെടുക്കാൻ. വീട്ടുമുറ്റത്തെ തെക്കു കിഴക്കേ മൂലയിൽ വൃത്തത്തിൽ ചാണകം മെഴുകി ഒരു സ്ഥലം ശുദ്ധമാക്കുക. അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ചു, തലേന്നു എടുത്തുവെച്ച ഉണക്കലരി മുറ്റത്തു വെച്ച് സ്വയം അടുപ്പ് കൂട്ടി പാത്രത്തിലിട്ട് വെള്ളം വറ്റിച്ചു വേവിക്കുക. വേവിച്ച അന്നം വാഴയിലയിൽ എടുത്തുവെച്ച് കൂടെ തലേന്നു കരുതിവെച്ച എള്ളും തുളസിയും പൂവും നുള്ളിയെടുത്തതും എടുത്തുവയ്ക്കുക. ഇവ ഒക്കെ കൊണ്ട് ചാണകം മെഴുകി ശുദ്ധമാക്കിയ സ്ഥലത്തു വിളക്കിൽ ശുദ്ധമായ നല്ലെണ്ണ ഒഴിച്ച് തിരി കത്തിക്കുക. വിളക്കിന്റെ മുൻഭാഗത്തായി തൂശനിലയും ഇടതു സൈഡിലായി കിണ്ടിയും വെക്കുക. 1-2 കറുക കൂട്ടി വലതു കൈയിലെ മോതിരവിരലിൽ പവിത്രമായി അണിയുക. ചാണകം മെഴുകിയ തറയിൽ കറുകപ്പുല്ലു വിരിച്ച് കിണ്ടിയിൽ നിന്നും 3 തവണ വെള്ളം തളിക്കുക. ഇലയിൽ ചോറ് 3 ഉരുളയാക്കി ഉരുട്ടി മരണമടഞ്ഞ സകല പൂർവികരെയും മനസ്സിൽ ധ്യാനിച്ച് ഒരു ഉരുള കറുകയിൽ വെക്കുക. അതിനു മുകളിൽ ഒരു പിടി എള്ളും 2-3 തുളസിയിലയും വെച്ച് കിണ്ടിയിൽ നിന്നും 3 തവണ തീർത്ഥം തളിക്കും. അടുത്ത ഉരുള ആദ്യത്തേതിന്റെ അടുത്തും മൂന്നാമത്തെ ഉരുള നേരത്തെ വെച്ചതിന്റെ മുകളിലും വെക്കുക. അപ്പോഴൊക്കെ എള്ളും പൂവും വെക്കുകയും തീർത്ഥം തളിക്കുകയും ചെയ്യണം. ഒടുവില് വാഴയില നെടുകെ 2ആയി കീറി ബലിയിട്ടതിനു ഇരുഭാഗത്തുമായി കമിഴ്ത്തിയിടുക. തുടർന്ന് കിണ്ടിയിൽ നിന്ന് വെള്ളം തളിച്ച് പവിത്രം ഊരി ബലിയിൽ ഇട്ട് നമസ്കരിച്ച് എഴുന്നേൽക്കുക. ബലിയിട്ട് കഴിഞ്ഞാൽ കിണ്ടിയിലെ വെള്ളമെടുത്ത് ബലിക്ക് നേരെ അല്പം ദൂരെ മാറി നിന്ന് വെള്ളം കൂട്ടി കൈമുട്ടും. അല്പനേരം കൈമുട്ടിക്കഴിഞ്ഞാൽ 1-2 കാക്കകൾ വന്നെത്തി ബലിയെടുക്കും. ഇനി കാക്ക ബലിയെടുക്കാൻ വന്നില്ലെങ്കിൽ ആ അന്നമെടുത്ത് തോട്ടിലോ പുഴയിലോ ഒഴുക്കുകയും ചെയ്യാം. വീട്ടിൽ ബലി ഇടുന്ന അറിവിലേക്കായി വേണ്ട